ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു മക്കനയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമാണ് കാണിക്കുന്നത്. 6 വയസ്സുള്ള കുട്ടിയുടെ അളവിലാണ് ഞാൻ ഈ മക്കന സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങളുടെ അളവിനനുസരിച്ച് മാറ്റം വരുത്താം. മക്കന സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി 1 മീറ്റർ തുണിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ തുണിയെ 2ആയി മടക്കിയിടാം. ഇതുപോലെ തുണി മടക്കിയെടുത്തിട്ടുണ്ട്. ഇവിടെ ഫോൾഡിങ് വരുന്ന സൈഡും ഇവിടെ ഓപ്പൺ ആയിട്ടുള്ള ഒരു സൈഡുമാണ്. തുണിയിൽ മാർക്ക് ചെയ്യുന്നതിന് മുന്നേ തുണി തെന്നിപ്പോവാതിരിക്കാൻ വേണ്ടി ഇതുപോലെ മുട്ട് സൂചി ഉപയോഗിച്ച് പിൻ ചെയ്തെടുക്കാം. ഇനി മക്കനയുടെ അളവ് തുണിയിൽ മാർക്ക് ചെയ്യാം. ഈ ഫോൾഡിങ് വരുന്ന ഭാഗത്ത് നിന്ന് താഴേക്ക് 17 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യണം. ഈ കോർണറിൽ നിന്ന് താഴേക്ക് 17 ഇഞ്ച് വീതം തുണിയിൽ റൗണ്ട് ചെയ്ത് മാർക്ക് ചെയ്യണം. ഇനി ഈ പോയിന്റ്സ് എല്ലാം ജോയിൻ ചെയ്ത് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കണം. ഫേസ് റൗണ്ടിൻ്റെ അളവെടുത്തിട്ട് ഈ ഫോൾഡ് ചെയ്ത ഭാഗത്ത് നിന്ന് താഴേക്ക് ഇതൊന്ന് മാർക്ക് ചെയ്യണം. ഞാനെടുത്ത അളവ് 18 ഇഞ്ചാണ്. ഈ തുണി 2ആയി മടക്കിയത് കൊണ്ട് ഇതിൻ്റെ ഹാഫ് 9 ഇഞ്ചാണ് മാർക്ക് ചെയ്യേണ്ടത്. ഇനി ഈ മാർക്കിങ്ങിലൂടെ തുണി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സെൻറ്റർ അറിയാൻ വേണ്ടി ഇവിടെ ഒരു ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കണം. ബാക്കിയുള്ള തുണിയിൽ നിന്ന് ഇതുപോലെ ഒരു ചെറിയ പീസ് തുണി കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ 2ആയി മടക്കിയെടുക്കാം. വീണ്ടും ഈ തുണിയെ ഇതുപോലെ ഒന്നുകൂടെ മടക്കിയെടുക്കാം. ഇപ്പോൾ ഈ തുണി 4 ലെയറായിട്ടാണുള്ളത്. ഇനി ഈ കോർണറിൽ നിന്ന് ഈ സൈഡിലേക്ക് 4.5 ഇഞ്ചും താഴേക്ക് 4.5 ഇഞ്ചും മാർക്ക് ചെയ്യണം. ഈ പോയിന്റുകളൊന്ന് ജോയിൻ ചെയ്തെടുത്ത് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം. എന്നിട്ട് ഈ മാർക്കിങ്ങിലൂടെ തുണി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. മക്കനയുടെ മുകൾ ഭാഗത്ത് വരുന്ന ക്യാപ്പിന് വേണ്ടിയിട്ടുള്ള തുണിയാണിത്. ഫേസ് റൗണ്ടിൻ്റെ അളവ് 9 ഇഞ്ച് ആയതുകൊണ്ട് അതിൻ്റെ ഹാഫ് 4.5 ഇഞ്ചാണ് ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ അളവിനനുസരിച്ച് മാറ്റം വരുത്താം. ഇനി ഈ തുണിയുടെ പീസിനെ മെയിൻ തുണിയുമായി ജോയിൻ ചെയ്തെടുക്കണം. മെയിൻ തുണിയുടെ സെൻറ്ററിൽ ഈ തുണിയുടെ കോർണർ ഭാഗം ഇതുപോലെ ഒന്ന് വെച്ചിട്ട് പിൻ ചെയ്തെടുക്കാം. മെയിൻ തുണിയുടെ നല്ല സൈഡിലാണ് ഈ തുണി വെച്ച് പിൻ ചെയ്തെടുക്കേണ്ടത്. ഇനി 2 സൈഡിലേക്കും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ മക്കനയുടെ താഴെ പ്ലീറ്റ് ഇട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള തുണി ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്. പ്ലീറ്റ് ഇട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ 2.5 ഇഞ്ച് വീതിയുള്ള കുറച്ച് തുണി എടുത്തിട്ടുണ്ട്. ഈ തുണിയെല്ലാം ഇതുപോലെ പ്ലീറ്റ് ഇട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് മെയിൻ തുണിയുമായി ജോയിൻ ചെയ്തെടുക്കണം. മെയിൻ തുണിയുടെ നല്ല വശത്ത് ഈ പ്ലീറ്റ് ഇട്ട തുണിയുടെ നല്ല വശവും തമ്മിൽ ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് ഈ അരികു വശത്ത് കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ സൈഡ് മുതൽ മറ്റേ സൈഡ് വരെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ മക്കനയെ റോങ് സൈഡിലേക്കാക്കി ഇതുപോലെ ഒന്ന് നിവർത്തിയിടാം. നേരത്തെ മാർക്ക് ചെയ്തിരുന്ന 9 ഇഞ്ച് ഒന്നുകൂടെ മാർക്ക് ചെയ്യണം. ഇനി ക്യാപ്പ് ഭാഗം മുതൽ ഈ 9 ഇഞ്ച് വരുന്നത് വരെ ഇതുപോലെ റോങ് സൈഡിലേക്ക് ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. 2 സൈഡിലേക്കും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. രണ്ട് സൈഡും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 9 ഇഞ്ചിൽ നിന്ന് താഴേക്ക് വരുന്ന ബാക്കി ഭാഗം 2 സൈഡും കൂടെ കൂട്ടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ 2 സൈഡും കൂട്ടി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി ഇതിൻ്റെ തായ് ഭാഗം റോങ് സൈഡിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം. തായ് ഭാഗം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും ആയാൽ മക്കനയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കഴിഞ്ഞു. വളരെ ഈസിയായി തന്നെ നമ്മുടെ കുട്ടികൾക്ക് മക്കന സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യണം. എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലെയുള്ള വീഡിയോസുമായി വീണ്ടും കാണാം. ബായ്.